ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്ന ഓൾറെഡി തമിഴിൽ കണ്ട പോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പി സികളുടെ കാര്യം, പി സിയും ലാപ്ടോപ്സുകളുടെ കാര്യം നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ കുറേ പേര് നമ്മുടെ ചോദിക്കുക, നമുക്ക് ഇഷ്ടംപോലെ കമൻസ് വരാറുണ്ട്. നമ്മുടെ ഏത് പി സിയാണ് അല്ലെങ്കിൽ ഏത് ലാപ്ടോപ്പാണ് ഉപയോഗിക്കുന്നത്, എഡിറ്റ് ചെയ്യാൻ ഏത് പി സിയാണ് ഉപയോഗിക്കുന്നത്, ഏത് പ്രോസസ്സറാണ് ഉപയോഗിക്കുന്നത്, അങ്ങനെ പറഞ്ഞിട്ട് കുറേ കമൻസ് വരാറുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ പ്രത്യേകിച്ച് വരാറുണ്ട് പറയണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ എടുക്കാൻ വിചാരിച്ചത്. ഞാൻ ആക്ച്വലി എൻ്റെ കയ്യിൽ 3 എന്താ പറയുക കമ്പ്യൂട്ടേഴ്സ് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ഒരെണ്ണം ഡെസ്ക്ടോപ്പാണ്, നിങ്ങൾ ഓൾറെഡി കാണുന്ന പോലെ തന്നെ നമ്മുടെ ഈ മോണിറ്റർ. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം. അത് ഞാൻ ആക്ച്വലി അസംബിൾ ചെയ്താണ്. നിങ്ങൾക്ക് ഇവിടെ ഞാൻ മുമ്പ് ഇത് കാണിച്ചിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ വീഡിയോസ് അപ്ലോഡ് ഇട്ടിട്ടുണ്ട്. നമ്മൾ പണ്ടായിരുന്നു 2.5 കൊല്ലമൊക്കെ ആയി തോന്നുന്നുണ്ട് അസംബിൾ ചെയ്തെടുത്തിട്ട്. ഇത് AMD Ryzen 5 സീരീസ് ആയിരുന്നു. നമ്മുടെ എനിക്ക് അതിൻ്റെ കറക്റ്റ് മോഡൽ നമ്പറൊന്നും ഓർമ്മയില്ല. 22 GB റാമാണ് വരുന്നത്. അതുപോലെ തന്നെ ഗ്രാഫിക്സ് കാർഡ് ഞാൻ 4 GB ഗ്രാഫിക്സ് കാർഡ് ഇട്ടുണ്ട്. NVIDIA സെപ്പറേറ്റ് ഞാൻ വേറെ ഇട്ടതാണ് കേട്ടോ. വേറെ കാര്യം ആദ്യം ഇട്ടിരുന്നില്ല. റാമും ഒക്കെ അപ്ഗ്രേഡ് ചെയ്തതാണ്. അതുപോലെ തന്നെ 4 TB മെമ്മറിയാണ് വെച്ചേക്കുന്നത്. അതിൽ 2 TB SSDയും 2 TB നോർമൽ ഹാർഡ് ഡിസ്കാണ് വെച്ചേക്കുന്നത് കേട്ടോ. അതാണ് അതിൻ്റെ സ്പെക്സ് വരുന്നത്. നമുക്കിത് ഓൾമോസ്റ്റ് ഒരു ഞാൻ അന്ന് ചെയ്തപ്പോൾ ഓൾമോസ്റ്റ് ഒരു 80 ആ റേഞ്ചൊക്കെ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ സാംസങ്ങിൻ്റെ ഒരു 32 ഇഞ്ചിൻ്റെ സ്മാർട്ട് മോണിറ്റർ ഇരിക്കുന്നത്. ഇതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ഞാൻ ഇട്ടിട്ടുണ്ട്. 4K ആണ്. ഇതിന് തന്നെ ഓൾമോസ്റ്റ് ഒരു 26 സംതിങ് ഒന്നും ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ 30 സംതിങ് ഉണ്ട്. എനിക്കന്ന് കാർഡ് ഓഫറൊക്കെ ആയിട്ട് 26 റേഞ്ചിൽ കിട്ടി. ഇതിൻ്റെ 4K വേണമെന്നില്ലാത്തവർക്ക് ഒരു 19 രൂപയ്ക്കൊക്കെ കിട്ടും കേട്ടോ. ഈ 32 ഇഞ്ചിൻ്റെ കിട്ടും സാംസങ്ങിൻ്റെ. ഇത് കിടിലൻ സാധനമാണ്. ഞാൻ എന്തായാലും ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന സാധനമാണെന്ന് വെച്ചാൽ നമുക്കിത് TV ആയിട്ട് ഉപയോഗിക്കാം. നമുക്ക് നോർമൽ സാംസങ് ടിവിയിൽ വരുന്ന എല്ലാ സംഭവം ഇതിലുണ്ട്. അതിൻ്റെ റിമോട്ട് ഉണ്ട് കണ്ടു. അതിൻ്റെ റിമോട്ടാണ്. അതിൽ നമുക്ക് നെറ്റ്ഫ്ലിക്സ് എന്ന് വെച്ചാൽ നമ്മുടെ സാംസങ് ടിവിയിൽ വരുന്ന അതേ ഇൻ്റർഫേസ് ഇതിൽ വരുന്നുണ്ട്. ആൻഡ്രോയിഡ് അല്ല, സാംസങ്കാരുടെ തന്നെ UI ഇൻ്റർഫേസ് വരുന്നുണ്ട്. അതാണ് അതിൻ്റെ ഒരു ഇടിയോട്ട് സാധനം എന്ന് വെച്ചാൽ നമുക്ക് TV ആയിട്ട് ഉപയോഗിക്കാം. നമുക്ക് സെപ്പറേറ്റ് വേറൊരു TV വാങ്ങിച്ചു വെക്കേണ്ട റൂം. ഇപ്പോൾ നിങ്ങളുടെ റൂം മുകളിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ഇത് വാങ്ങിച്ചു വെക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു ഭയങ്കര ഹൈലി ഒരു കിടിലൻ ഫീച്ചർ സാധനത്തിലുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് എനിക്ക് തോന്നുന്നത് വേറെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഇതുപോലത്തെ സ്മാർട്ട് മോണിറ്റർ ആക്കുന്ന ബ്രാൻഡൊന്നും ഇല്ല തോന്നുന്നുണ്ട്. ബെൻക്യൂനുണ്ടോയെന്ന് എനിക്ക് സംശയം, എനിക്കും ഇല്ല തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന സാധനം തന്നെയാണ്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കട്ടെ. ഇതിപ്പോൾ അത്യാവശ്യം കുറച്ചുകൂടി വില കുറഞ്ഞിട്ടുണ്ടെന്നുണ്ട്. എന്നാലും ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന സാധനം തന്നെയാണ്. കിടിലൻ സാധനം. ഓൾമോസ്റ്റ് ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയിട്ട് 1 ഇയർ ആയിട്ടാണ്. കംപ്ലൈൻസ് സംഭവമൊന്നുമില്ല. എൻ്റെ മെയിൻ സാംസങ് TV 55 ഇഞ്ചിൻ്റെയും സാംസങ് തന്നെയാണ്. അപ്പോൾ 2 ഇൻ്റർഫേസ് ഒക്കെ സെയിം തന്നെയാണ്. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന ഒരു ലാപ്ടോപ്പ്, പിന്നെ 2 ലാപ്ടോപ്പാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഒരു ലാപ്ടോപ്പാണ് നമ്മുടെ ആപ്പിളിൻ്റെ MacBook Air. ഇത് 8GB 512 GB വേരിയൻ്റ് ആണ്. അപ്പോൾ ഇത് ഞാൻ അത്യാവശ്യം ഓഫീസ് യൂസ് പർപ്പസിനൊക്കെ ഉപയോഗിക്കുന്നത്. എന്ന് വെച്ചാൽ ബാറ്ററി ബാക്കപ്പ് കിടലാണ്. ഓവറോൾ എനിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് MacOS വലിയ ഇഷ്ടമൊന്നുമില്ല. പിന്നെ അത് ഡിപ്പെൻസ് അപ്പോൾ ഇൻഡിവിജ്വലാണ്. അപ്പോൾ ചിലവർക്ക് ഇപ്പോൾ വിൻഡോസ് ഒന്നും ഉപയോഗിക്കാത്തവർക്ക് MacOS ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ ഞാൻ ഓൾറെഡി എൻ്റെ ഒരെണ്ണം ഉണ്ട് എൻ്റെ വിൻഡോസ്. അപ്പോൾ ഞാൻ വിൻഡോസാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നാമത് ഇതിലത്തെ എന്താ പറയുക സോഫ്റ്റ്വെയർസ് ഒക്കെ ഭയങ്കര ഹൈലി എക്സ്പെൻസീവ് ആണ്. അതാണ് മെയിൻ ഒരു കാര്യം. എന്ന് വെച്ചാൽ ഞാൻ എഡിറ്റിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നത് ഫിലിമോറയാണ്. ഫിലിമോറ ഞാൻ ലൈഫ് ടൈം എന്താ പറയുക ലൈസൻസ് വാങ്ങിച്ചാണ്, ആമസോൺ ത്രൂ വാങ്ങിച്ചാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കത് 5000 രൂപ സംതിങ് ആയുള്ളൂ വിൻഡോസിൻ്റെ എഡിഷൻ. ഈ സാധനത്തിന് എനിക്ക് തോന്നുന്നു 1 മാസത്തേക്ക് അത്രയും വരുന്നുണ്ടെന്നുണ്ട് MacOSൻ്റെ ഫിലിമോറയ്ക്ക്. അപ്പോൾ ഭയങ്കര എക്സ്പെൻസീവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് നോർമലായിട്ടുള്ള ഓഫീസ് പർപ്പസ് യൂസിനൊക്കെ നമ്മൾ ഉപയോഗിക്കുക. എൻ്റെ ഒഫീഷ്യൽ യൂസിന് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ വർക്കിംഗ് കൂടെയാണ്. നമ്മുടെ ഇത് ജസ്റ്റ് നമ്മുടെ ഒരു സൈഡ് പരിപാടിയാണ് എൻ്റെ യൂട്യൂബ് സംഭവമൊക്കെ. അതിൻ്റെ ഓൾറെഡി ഞാൻ ഫൈനാൻഷ്യലിൽ വർക്ക് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് നമ്മുടെ ചാനൽ ടെക്കും ഫൈനാൻഷ്യൽ 2 ഫീൽഡിൽ ഞാൻ ഓൾറെഡി വർക്ക് ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ എന്താ പറയുക ക്വാളിഫിക്കേഷൻ അതൊക്കെ തന്നെയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് അറിയാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. M1 ആണ്. M1 ചിപ്പ് വരുന്നതാണ്. 2020 മോഡലാണ്. ഇതെടുത്തിട്ട് ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 1 ഇയർ ആയിട്ടാണ്. നമ്മുടെ വാറണ്ടി ഇപ്പോൾ ജസ്റ്റ് കഴിഞ്ഞിട്ടുള്ളൂ. അപ്ഡേറ്റ് സംഭവമൊന്നും ഇഷ്യമൊന്നുമില്ല. അത് സ്ക്രീന് ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ 13 ഇഞ്ചിന് എടുക്കണ്ട. നിങ്ങൾക്ക് ട്രാവലിംഗ് സംഭവമൊന്നും ഇല്ലെങ്കിൽ 13 ഇഞ്ച് എടുക്കണ്ട കേട്ടോ. എന്ന് വെച്ചാൽ ഇത് ഭയങ്കര ചെറുതാണ്. നമ്മുടെ കണ്ണിന് ഭയങ്കര സ്ട്രെയിൻ കൂടുതലായിരിക്കും. ഒരു 16 ഇഞ്ചിൻ്റെ ഒക്കെ എടുത്താൽ മതി. അത് ഭയങ്കര ടൈറ്റ് അതാണ്. ഇപ്പോൾ എൻ്റെ പേരും ലോഗിൻ സംഭവങ്ങളൊക്കെ കാണിക്കുന്നതായിരിക്കും. പിന്നെ ഇതിന് എനിക്കൊരു ഇഷ്ടപ്പെടാത്തൊരു സംഭവം എന്ന് അറിയാം. ഇതിന് ടച്ച് ID സംഭവമൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ ആദ്യമായിട്ട് നമ്മളിതിൽ ലോഗിൻ ചെയ്യുമ്പോൾ ടച്ച് ID വെച്ചാൽ വർക്ക് ചെയ്യില്ല കണ്ടോ. നമ്മൾ ആദ്യം ഉള്ളിൽ കയറി ഒരു പാസ്വേഡ് അടിച്ച് ഉള്ളിൽ കയറണം. അതിന് ശേഷം ടച്ച് ID നമ്മൾ പിന്നെ അൺലോക്ക് ചെയ്യുമ്പോൾ മടക്കി വയ്ക്കുമ്പോഴൊക്കെ വർക്ക് ചെയ്യുള്ളൂ. അങ്ങനെ അതൊരു പരിപാടി. ഇപ്പോൾ അങ്ങനെ ടച്ച് IDൻ്റെ ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ അതൊരു പരിപാടി എപ്പോഴും ശരിയാക്കിയിട്ടൊന്നുമില്ല. ഇപ്പോഴും അതേ സംഭവം തന്നെയാണ്. ബാറ്ററി ബാക്കപ്പ് കിടലാണ്. അത് രക്ഷയൊന്നുമില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ഇത് ആക്ച്വലി എൻ്റെ മെയിൻ അല്ല കേട്ടോ. ഇത് ഞാൻ വേണമെങ്കിൽ സെക്കൻഡറി എന്ന് വേണമെങ്കിൽ പറയാം. പിന്നുള്ളൊരു ലാപ്ടോപ്പാണ് നമ്മുടെ അസൂസിൻ്റെ ടഫ് സീരീസ് ഗെയിമിംഗ് ലാപ്ടോപ്പാണ് സംഭവം. ഗെയിമിംഗ് കളിക്കാനൊക്കെ വാങ്ങിച്ചാണ്. പക്ഷേ നമ്മളിപ്പോൾ ഇതിൽ ബാക്കി യൂസൊക്കെ ചെയ്യണം. ഗെയിമിംഗ് ഒന്നും സമയം
കേസ് ആയും ഗെയിം കളിക്കാനൊന്നും സമയം കിട്ടുന്നില്ല. ഇത് നമ്മുടെ അസൂസിൻ്റെ ടഫ് സീരീസ് എന്ന് പറഞ്ഞൊരു മോഡൽ, എനിക്ക് A15 മോഡലാണ്. A15 എന്ന് പറയുന്നത് A15 F15 തൊട്ട് കുറേ മോഡലുണ്ട്. ഇത് Ryzen 7 സീരീസ് വരുന്നതാണ്. 24 GB റാം, അതുപോലെ തന്നെ നമുക്ക് 2 TB SSD വരുന്നുണ്ട്. ഒരു SSD ഞാൻ അപ്ഗ്രേഡ് ചെയ്താണ് കേട്ടോ. NVIDIA-യുടെ 4 GB ഗ്രാഫിക്സ് കാർഡ് വരുന്നുണ്ട്. 350i ആണെന്ന് തോന്നുന്നുണ്ട്, അത് 360 ആണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഇത് ഓൾമോസ്റ്റ് ഒരു 1 year ആവാറായിട്ടുണ്ട്. ഞാൻ ആമസോൺ ത്രൂ വാങ്ങിച്ചാണ്. എനിക്ക് തോന്നുന്നത് 80 90 ആ റേഞ്ചിലൊക്കെ എനിക്ക് കിട്ടി. അത്യാവശ്യം നല്ല ഡീല് കിട്ടി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, റാമും ചെറുതായിട്ട് ഞാൻ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ SSDയും അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറെ സംഭവങ്ങളൊന്നുമില്ല. ഇത് മെറ്റാലിക്കാണ്, നിങ്ങൾക്ക് ഇവിടെ കാണുന്നതായിരിക്കും. കണ്ടോ മെറ്റലാണത്. അതിൻ്റെ ഇവർക്ക് കുറേ അങ്ങനത്തെ ഡിസൈൻ, ഇതിൻ്റെ ഫ്രണ്ടിൽ ഡിസൈൻ കണ്ടോ, അസൂസ് ലോഗോ. ഇത് ക്വാളിറ്റി, ഇത് അവർ എന്താ പറയുക, ഡ്രോപ്പ് പ്രൊട്ടക്ഷൻ സംഭവങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അടിയിൽ നോർമൽ പോലെ തന്നെ പ്ലാസ്റ്റിക്കാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന PC-കൾ. അപ്പോൾ ഈ ഗെയിമിംഗ് PC ഞാൻ പറഞ്ഞല്ലോ, അത്യാവശ്യം ഗെയിമൊക്കെ കളി നമ്മൾ അപ്ലോഡ് ചെയ്താൽ നമ്മുടെ 2ാമത്തെ ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. പിന്നെ ഇപ്പോൾ സമയം കിട്ടാതെ ഇപ്പോൾ നിന്നത് പിന്നെ നമുക്ക് എന്താ പറയുക, നമ്മുടെ ഗെയിമിങ് ആ വീഡിയോസൊന്നും വലിയ വ്യൂസും സംഭവമൊന്നുമില്ല. അപ്പോൾ നമ്മളിതിന് സെപ്പറേറ്റ് ടൈം കളയണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിർത്തിയതാണ്. അപ്പോൾ ഞാൻ ആക്ച്വലി കുറേ ഗെയിം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റീം എന്ന് ഒരു വെബ്സൈറ്റിൽ നമുക്ക് ഒഫീഷ്യലായിട്ട് വാങ്ങിക്കാൻ പറ്റും. എന്താ വെച്ചാൽ ഞാൻ പിന്നെ നമുക്ക് സ്റ്റീം കൂടെ വാങ്ങിക്കുമ്പോൾ വലിയ റേറ്റ് വരുന്നില്ല, അത് വേറെ കാര്യം. നമ്മൾ CD ഒക്കെ വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ ഭയങ്കര പ്രൈസ് ആവില്ല. അപ്പോൾ ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അങ്ങനെ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ. കുഴപ്പമില്ല, അങ്ങനെ ഒരു കുഴപ്പമെന്ന് വേണമെങ്കിൽ പറയുന്നത്, അത്യാവശ്യം ടൈം എടുക്കും. ഡിപ്പെൻഡ്സ് അപ്പോൺ സൈസ് അനുസരിച്ച് ടൈം എടുക്കും. അപ്പോൾ ഈ 3 PC-കളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ യൂസേജാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ എഡിറ്റിംഗ് പർപ്പസൊക്കെ ഇപ്പോഴും ചെയ്യുന്ന ഡെസ്ക്ടോപ്പിൽ തന്നെയാണ് കേട്ടോ. ഞാൻ ഗെയിമിംഗ് PC ഉപയോഗിക്കുന്നത് ബാക്കി നോർമൽ യൂസേജിനും അങ്ങനത്തെ കുറച്ച് ഒഫീഷ്യൽ അല്ലാത്ത കുറച്ച് യൂസേജിനും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ, നമ്മുടെ ഫോട്ടോസും സംഭവങ്ങളൊക്കെ പേഴ്സണൽ യൂസ് എന്ന് വേണമെങ്കിൽ പറയാം എൻ്റെ ഇത്. പിന്നെ മാക്ബുക്ക് നമ്മൾ ഒഫീഷ്യൽ യൂസിനാണ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ ആക്ച്വലി മിക്കതും ഇപ്പോൾ ഡെസ്ക്ടോപ്പ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്നത് വെച്ചാൽ ചെറുതായിട്ട് ലാഗും സംഭവങ്ങളൊക്കെ വന്നു തുടങ്ങി. ഫിലിമോർ അപ്ഡേറ്റ് ആവുന്നതിനനുസരിച്ചിട്ട് ഇപ്പോൾ നമ്മുടെ Ryzen 5 താങ്ങാറായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്ന പ്രൊസസ്സറും ഗ്രാഫിക്സ് കാർഡൊക്കെ ഒന്ന് മാറേണ്ട വരാനുള്ള സ്ഥിതിയും തോന്നുന്നുണ്ട്. എന്താ വെച്ചാൽ ചെറുതായിട്ട് ലാഗ് അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്താ വെച്ചാൽ ഓൾറെഡി റാമൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട്. റാം യൂസേജിൻ്റെ എല്ലാം ശരിയാണ്, പ്രൊസസ്സർ യൂസേജ് ഹൈ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ മിക്കതും അപ്ഗ്രേഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പെക്സ്. അപ്പോൾ കുറേ പേര് ചോദിക്കാറുണ്ട് ഇത് പിന്നെ ഇപ്പോൾ ഫുൾ ഐഡിയ കിട്ടിയെന്ന് വരിക്കുന്നു. അപ്പോൾ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ നമ്മുടെ 2 ചാനൽ കാണാത്തവർ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ പുതിയ ചാനൽ കാണാത്തവർ പോയി കണ്ടു നോക്കുക. നമ്മളതിൽ GHH വേൾഡ് എന്നൊരു ചാനൽ തുടങ്ങിയാണ്. നമ്മളതിൽ ന്യൂസ്, ടെക്നിക്കൽ ന്യൂസ്, ഫൈനാൻഷ്യൽ ന്യൂസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും, എന്താ പറയുക, ഇൻഫോർമേറ്റീവ് ആയിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് വിളിക്കൊന്ന് ഷെയർ ചെയ്യട്ടോ. ലിങ്ക് കാണിക്കാൻ താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും സംശയം കാണിക്കാൻ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് റിപ്പോർട്ടുന്നതാണ്. അടുത്ത കാണാം. ബൈ.